ഹലോ നമസ്കാരം. ചന്ദ്രകല ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗർണമിയാണ്. ലിബ്ര സോഡിയാക് സീസണിലാണ് പൗർണമി നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അതായത് ഇന്ന് ഈ റീഡിംഗ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി പൗർണമിയാണ്. അപ്പോൾ ഈ പൗർണമിയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് നൽകാനുള്ള സന്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നത്. അപ്പോൾ തമ്മിലിൽ 3 ചിത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ 3 ഡെക്കുകളുണ്ട്. ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് ഇതിലേതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ച് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആണെങ്കിൽ, ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് കേൾക്കുക. നിങ്ങളുടെ കറണ്ട് എനർജിയും കറണ്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇത് കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകല ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂറ്റീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ ഒന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഫുൾ മൂൺ ഇൻ ലിബ്രയുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് നിങ്ങൾക്ക് നൽകാനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഓക്കെ, clarify the Son of Swords, clarify the King of Wands, clarify the Page of Swords. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ആദ്യം തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു സമയത്ത്. അപ്പോൾ നിങ്ങളോട് വളരെ ആത്മവിശ്വാസത്തോടെ ആയിരിക്കാൻ പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ കഴിവുകളിൽ ഒരു സംശയം ഉണ്ടാക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിനായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ അതൊന്നും സാധിക്കില്ല. അങ്ങനത്തെ ഒരു ചിന്തകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് മനസ്സിലേക്ക് വരിക. അപ്പൊ അത് സത്യമാണെന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലേക്ക് പതുക്കെ വരികയാണ്. അപ്പൊ അതൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം പറയുന്നു. വളരെ കോൺഫിഡന്റ് ആയിരിക്കുക. നിങ്ങളുടെ കഴിവുകളെ കുറിച്ച്, നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ബോധ്യം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അതൊന്ന് ഇടയ്ക്ക് ചിന്തിക്കുന്നതൊക്കെ ഈ ഒരു സമയത്ത് വളരെ നല്ലതായിരിക്കും എന്ന് കാണുന്നു. പിന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുപാട് സയൻസ്, നിങ്ങളൊരു പുതിയ ചാപ്റ്റർ, നിങ്ങളുടെ ഒരു വിജയത്തിലേക്ക് നിങ്ങൾ അടുക്കുന്നതിന്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നതിന്റെ സൂചനകൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വളരെ വ്യക്തമായി തരുന്നതാണ് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സന്ദേശങ്ങൾ, അതായത് ഒരു ഓൺലൈൻ ത്രൂ സന്ദേശങ്ങൾ അടക്കം ഇതിനെ സംബന്ധിച്ച് ലഭിക്കാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ചില അവസരങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. അപ്പൊ അതിനെ സ്വീകരിക്കാം. നിങ്ങൾക്ക് ആ കിട്ടുന്ന സയൻസ് എന്ത് തന്നെയാണെങ്കിലും അതിന് പ്രാധാന്യം കൊടുക്കുക, മുന്നോട്ട് പോവുക. ഇത് നിങ്ങളുടെ കരിയറുമായിട്ടോ അല്ലെങ്കിൽ ഫൈനാൻസുമായിട്ടോ ബന്ധപ്പെട്ടിട്ടുള്ള അവസരങ്ങളാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ത്രൂ ഒക്കെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ട് അറിയുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ന്യൂ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചുറ്റും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സയൻസ്, പലതരം എന്താ പറയാ സിമ്പിൾസ് അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സിലൂടെ യൂണിവേഴ്സ് ഇങ്ങനെ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിനെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് വിശ്വസിക്കേണ്ടത്, അല്ലാതെ ഇത്തരത്തിലുള്ള ആൻഷ്യസ് തോട്ട്സിനെ അല്ല. ഈ ചിന്തകൾ, ഈ നെഗറ്റീവ് തോട്ട്സ് വളരെയധികം ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് റിലീസ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാം. പൗർണമിയുടെ സമയമാണ്, റിലീസിങ്ങിന് പറ്റിയ സമയമാണ്. അത് റിലീസ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാം. നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അതൊക്കെ കൂടുതൽ ഈ ഒരു ഫുൾ മൂണിന്റെ ദിവസം പ്രത്യേകിച്ച് അതൊക്കെ ചെയ്യാനായിട്ട് പറയുന്നു. ഒരു പുതിയ തുടക്കത്തിന്റെ എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയി കിട്ടുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് ആണ് അണ്ടർലൈൻ കാർഡ്. ഒരു സർപ്രൈസ് എലമെന്റ് പോലെയാണ് കാണുന്നത്. അപ്പൊ നിങ്ങളോട് എന്താ പറയണമെന്ന് വെച്ചാൽ, ഈ ഒരു പൗർണമിയുടെ സമയവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരു കുറേ കൂടെ മനസ്സമാധാനം നിറഞ്ഞ ഒരു സമയം ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ്, നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലോ നിങ്ങളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതിന് വേണ്ടുന്ന ആക്ഷൻസ് വളരെ കൺസിസ്റ്റന്റ് ഡിസിപ്ലിൻ ആയിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ട് എങ്കിൽ, നിരന്തരമായിട്ട് നിങ്ങളത് ചെയ്യുന്നുണ്ട്, മടിയൊന്നും കൂടാതെ നിങ്ങളത് ചെയ്യുന്നുണ്ട് എങ്കിൽ, ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് അതിലിപ്പോൾ കുറെ ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ചാലഞ്ചസ് ഒക്കെ മറികടന്ന് നിങ്ങൾ ആ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന
ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ന്യൂസ്, ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി എത്താനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിട്ട് കാണുന്നു. ഓക്കെ, ഇതൊരു കമ്മ്യൂണിക്കേഷൻ എന്നാണ് നമുക്ക് കാണുന്നത്. പക്ഷെ ആ കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എന്താ പറയണ്ടേ മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്: നിങ്ങളുടെ ആ സ്ട്രഗിൾസ് അവസാനിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം. ഓക്കെ, ഇത് എന്താ പറയണ്ടേ, കോൺഫിഡൻറ്റോടുകൂടെ ഇങ്ങനത്തെ ഒരു ന്യൂസ് കിട്ടുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കാം. ഓക്കെ, അനാവശ്യമായിട്ട് ടെൻഷൻ വേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. യെസ്, ധൈര്യസമേതം മുന്നോട്ട് പോവുക. പെട്ടെന്നായിരിക്കും ഇതിന്റെ ഒരു അറൈവൽ വരുന്നതും. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ പെട്ടെന്നാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ മനസ്സിന്റെ ധൈര്യം കൈവിടരുത്. ആത്മവിശ്വാസത്തോടെ ആ ഒരു ചേഞ്ചസിനെ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ അതിന് റെഡിയാണ്, ആ നെക്സ്റ്റ് ചാപ്റ്റർ റെഡി ആയതുകൊണ്ടാണ് അത് വരുന്നതെന്ന് മനസ്സിലാക്കുക. അത് എപ്പോഴും ഓർക്കണം. എപ്പോഴൊക്കെയാണ് ഈ സംശയങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ചിന്തിക്കേണ്ടത്, ഓക്കെ, ഞാൻ ഇതിന് എനർജറ്റിക്കലി റെഡി ആയതുകൊണ്ടാണ് ഇതെന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് വരില്ലായിരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് സ്വയം ഇങ്ങനെ ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറേ കൂടെ കോൺഫിഡന്റ് ആയിട്ട് ഈ ഒരു മാറ്റത്തിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു മാറ്റത്തിന്റെ സന്ദേശം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സ്ട്രഗിൾസ് അവസാനിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തുന്നതായി കാണുന്നു. ഇത് നിങ്ങൾക്ക് ഒരുപാട് സമാധാനം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ഒരു സംതൃപ്തിയും ഒക്കെ നൽകുന്നുണ്ട്. അപ്പൊ ആ ഒരു മാറ്റത്തിനെ സ്വീകരിക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, നിങ്ങൾ ഇതിന് തയ്യാറാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള സന്ദേശം, മൈ ഡിയർ ഗ്രൂപ്പ് 1. അപ്പൊ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ ഈ ഫുൾ മൂൺ ഇൻ ലിബ്രയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, lovers, clarify the lovers. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് പ്രത്യേകിച്ച് സിംഗിൾസിനോടാണ് പറയുന്നത് കേട്ടോ. നിങ്ങളപ്പോൾ ഓൾറെഡി എസ്പെഷ്യലി ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇതുവരെ നിങ്ങൾ ആയിട്ടില്ല എന്നുള്ളൊരു വിഷമത്തിലിരിക്കുന്നവരാണ് എങ്കിൽ, ചിലപ്പോൾ വിവാഹം നോക്കുന്നുണ്ടാവുമ്പോൾ നടന്നിട്ടില്ല, അതിൻ്റെ ഒക്കെ സങ്കടം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ടുള്ള ഒരു യൂണിയനാണ് നിങ്ങൾക്ക് ഈ ജന്മം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്ന വിഷമങ്ങള്, ഈ പറയുന്ന സങ്കടങ്ങള്, ഇതിപ്പോ റിലേഷൻഷിപ്പിലായിട്ട് അത് ബ്രേക്കപ്പ് ആയതിന്റെ വിഷമവും അതിൽ നിന്നുണ്ടായിട്ടുള്ള മുറിവുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് റിലീസ് ചെയ്യുന്നതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ എത്രത്തോളം അത് ആ മുറിവുകളൊക്കെ ഹീലാകുന്നതിനും അതിനെ ഉപേക്ഷിച്ച് ആ കഴിഞ്ഞു പോയ ആ ഒരു കാലത്തിനെയും ആ ഒരു വ്യക്തിയെയും ഒക്കെ നിങ്ങളെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഉപേക്ഷിച്ച് അതിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്നു, അത്രയും വേഗത്തിൽ തന്നെ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ടുള്ള ഒരു യൂണിയനും സാധ്യതയുണ്ട്. ഡിവൈൻ യൂണിയൻ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് ഇവിടെ. 4 of Wands ലവേഴ്സ്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നതിനെ എന്താ പറയാ, അതിനോട് കണക്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനത്തെ ഒരു ട്വിൻ ഫ്ലെയിം യൂണിയൻ ആണ് ഇവിടെ കാണുന്നത്. മനസ്സിലായ? അപ്പോ നിങ്ങളോട് എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച്, കഴിഞ്ഞ കാലത്തിൽ പാസ്റ്റിൽ ജീവിക്കുന്നത് നിർത്തുക. എന്നാലും അങ്ങനെ സംഭവിച്ചല്ലോ, എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചല്ലോ, എനിക്കിങ്ങനെ ഉണ്ടായല്ലോ, ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടോ തിരിച്ചറിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും എനിക്ക് എന്താ പറയുക, ഞാൻ ആരെയും അങ്ങനെ ഉപദ്രവിച്ചു, എന്നിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു ലൈഫ്, ഒരു പ്രണയ ജീവിതം അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളി എനിക്ക് കണ്ടെത്താനായില്ലല്ലോ, എൻ്റെ കൂടെയുള്ളവരുടെ, എൻ്റെ അതേ പ്രായത്തിലുള്ളവർക്കൊക്കെ അവർക്ക് ഓരോരുത്തരെയും അവർക്ക് പങ്കാളികൾ ലഭിച്ചു, എനിക്ക് കിട്ടിയില്ലല്ലോ. ഇത്തരം ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കുമ്പോഴാണ്, അതിൽ നിന്ന് നിങ്ങൾ വിട്ടൊഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് ഈ പറയുന്ന നിങ്ങളുടെ ആ ഒരു ഡിവൈൻ യൂണിയനിലേക്ക്, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടുമായിട്ടുള്ള ആ ഒരു ഒത്തുചേരലിന് നിങ്ങൾ എനർജറ്റിക്കലി തയ്യാറാവുള്ളൂ. അപ്പോഴേ അത് സംഭവിക്കുള്ളൂ. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഇനി എന്താണ്? ഈ ജന്മത്തിലേക്ക് നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് കണ്ടെത്തിയിട്ടുള്ള വ്യക്തി, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്, അവരിലേക്ക് എത്തുന്നതിന് വേണ്ടുന്ന, അവരുമായിട്ടുള്ള ഒരു യൂണിയന് വേണ്ടി തയ്യാറെടുക്കുക. അതിനായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. അപ്പൊ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ കണ്ടുമുട്ടുമ്പോൾ
നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ എങ്ങനെയാകണം എന്ന് ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ ഇപ്പോഴുള്ള വേർഷനിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ മാറ്റങ്ങൾക്കായിട്ട് ശ്രമിക്കുക. അതിൽ ഓട്ടോമാറ്റിക്കലി ഈ ഹീലിംഗ് ഉണ്ടാവും, ഷുവർ. ഓക്കെ, അപ്പോൾ അതുപോലെ ഹോപ്പോനോപ്പനോ പ്രയർ നിങ്ങൾക്ക് ചെയ്യാം. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇതിങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന് നോക്കൂ. പ്രത്യേകിച്ച് ഈ ഒരു ഇന്റൻഷൻ വെച്ചിട്ട്, ഈ പ്രണയ ജീവിതത്തിൽ കഴിഞ്ഞു പോയ എന്നെ വേദനിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞതിനും അതിൽ നിന്ന് ഹീലാകുന്നതിനും എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹോപ്പോനോപ്പനോ പ്രയർ നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കൂ. വളരെ എഫക്റ്റ് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങളോട് പറയുന്നത് ഫോക്കസ്, ഡിസ്ട്രാക്റ്റഡ് ആകാതിരിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് കമ്പയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ എന്തില്ല എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം? എന്താണോ നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ളത് അതിലേക്ക് എത്തിച്ചേരുന്നതിന് തയ്യാറെടുക്കുന്നതിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. ആ ഒരു ഡിസ്ട്രാക്റ്റഡ് ആകാതെ, ഒരു മിയർ അട്രാക്ഷനിലേക്കൊന്നും പെട്ടു പോകാതെ ആ ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിന് വേണ്ടി തയ്യാറെടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അതിനായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, അതിന് വേണ്ടുന്ന ഹീലിംഗ്, അതിന് വേണ്ട എന്തൊക്കെ എനർജീസ് നിങ്ങൾ റിലീസ് ചെയ്യണമോ അത് റിലീസ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യാം. എപ്പോഴും ഓർക്കുക, നിങ്ങൾക്കായിട്ട് ഒരു വ്യക്തിനെ യൂണിവേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അവരിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് നിങ്ങളിൽ ഡിവൈൻ യൂണിയൻ സംഭവിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതം ഉണ്ടാകുന്നത് എന്നൊരു ബോധ്യം എപ്പോഴും ഉണ്ടാവണം. സ്വയം ഇടയ്ക്കതൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, clarify the fool. Hanged moment. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഫുൾ മൂണിന്റെ സമയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു എന്താ പറയാ റിസ്ക് എടുക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ റിസ്ക് എന്ന് പറയുന്നത് അങ്ങനെ ഒരു വളരെ ഹ്യൂജ് റിസ്ക് അങ്ങനെയല്ല കാണുന്നത്. നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് വരുന്ന ഒരു കാര്യം അത്. ഈ ഒരു സംഭവം നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നത് അത് നിങ്ങൾ ചെയ്യണമെങ്കിൽ, അവസരം ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ. അങ്ങനെ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ പൗർണമിയുമായി ബന്ധപ്പെട്ടിട്ട്. നിങ്ങളോട് പറയുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതിലൂടെ കടന്നു പോവുക. ഓക്കെ, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ പുറത്തു വരിക, ആ ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. ആ ഒരു ഫുൾ എനർജിയിലായിരിക്കണം നിങ്ങൾ. ആ മാറ്റത്തിനെ തടുക്കാത്ത, മാറ്റത്തിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന എനർജി, യൂണിവേഴ്സിൽ സർവ്വതും സമർപ്പിച്ച് യൂണിവേഴ്സിൽ അത്രമേൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന എനർജി, അങ്ങനെയായിരിക്കണം. ഈ ഹാങ്ഡ്മാനെ പോലെ ഒരു തരത്തിലും കൺട്രോൾ ചെയ്യുന്നില്ല. ഓക്കെ, ആ മാറ്റത്തിനെ അങ്ങനെ സ്വീകരിച്ച് പീസ്ഫുള്ളി അതിലൂടെ കടന്നു പോവാണ്. അപ്പൊ അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ആ ഒരു മാറ്റം നിങ്ങൾക്ക് നല്ലതാണ്, അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിലൂടെ നിങ്ങൾക്ക് നല്ലതാണ് സംഭവിക്കുക, നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുക, നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് ആണ് ഉണ്ടാവുക. അങ്ങനെ എത്രത്തോളം അതിനെ, ഈ ഒരു മാറ്റത്തിനെ, ഈ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്തിനെ ഒരു പോസിറ്റീവായിട്ട് കാണാൻ നിങ്ങൾക്ക് പറ്റുമോ അത്രത്തോളം പോസിറ്റീവ് എക്സ്പീരിയൻസസ്, അത്രത്തോളം എന്താ പറയുക ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഇതിലൂടെ അട്രാക്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് കാണുന്നത്. പക്ഷെ നിങ്ങളുടെ ആത്മവിശ്വാസമാണ് ഇതിന്റെ മെയിൻ ഫാക്ടർ. ഓക്കെ, ഇത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം ആണ് അവിടെ പ്രധാനം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സ്വയം ഓർമ്മിപ്പിക്കുക, നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്താണെങ്കിലും നിങ്ങൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് അലൈൻഡ് ആയിട്ടുള്ളതാണ്, ഇത് നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് നല്ലതായിട്ടുള്ളതാണ് എന്ന് എപ്പോഴും ഓർമ്മിപ്പിച്ച് നിങ്ങൾ ഇതിന് തയ്യാറാണെന്ന് എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ഒരു അവസരം വരുമ്പോൾ, ആ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ചെയ്യുക. ഓക്കെ, മനസ്സിന്റെ ധൈര്യം കൈവിടാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 3. നിങ്ങൾ തമ്മിലിത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം ഈ ഫുൾ മൂൺ ലിബ്രയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് നൽകാനുള്ള മാർഗനിർദ്ദേശം എന്താണെന്ന് നോക്കാം. Okay, clarify the star. Clarify the star first.
ഓക്കെ, അപ്പൊ നിങ്ങളോട് ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, ഞാൻ കേൾക്കുന്ന ഒരു സെന്റൻസ്, റിപ്പീറ്റഡ്ലി ഞാൻ കേൾക്കുന്ന സെന്റൻസ് ആണ്, ഹീലിംഗ് പോസിബിൾ ആണ്, ഇവിടെ ഹീലിംഗ് പോസിബിൾ ആണ്, ഇങ്ങനെ കേൾക്കുന്നു. അതായത് ഇപ്പൊ നിങ്ങൾ എന്തിലൂടെ കടന്നു പോയിട്ടുള്ളത്, നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു മേഖലയിലെ വേണേലാകാം. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു നഷ്ടം ആണ് സംഭവിച്ചിട്ടുള്ളതെന്ന് കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരു എന്താ പറയുക നാണക്കേട് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ടാകാം, പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് എന്താ യൂണിവേഴ്സ്, നിങ്ങൾക്ക് ഇപ്പൊ തോന്നാണ് ഇതിൽ നിന്ന് എനിക്ക് കരകയറാൻ പറ്റില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് പുറത്തു കടക്കാൻ പറ്റില്ല, ഇതുമായിട്ട് തന്നെ ഞാൻ ജീവിതകാലം മൊത്തം മുന്നോട്ട് പോകേണ്ടി വരും, അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതായിട്ട് കാണുന്നു, വളരെ ശക്തമായിട്ടുള്ളതായിട്ട് കാണുന്നു. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതാണ്, ഇവിടെ ഹീലിംഗ് പോസിബിൾ ആണ്. എപ്പോഴാണോ നിങ്ങൾ അത് വിശ്വസിക്കുന്നത്, എനിക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റും, ഇതിനെയും ഉപേക്ഷിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് നിങ്ങൾ എപ്പോൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു, അപ്പോൾ തുടങ്ങി ഇവിടെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഹീലാകാനും സാധിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. ജീവിതകാലം മൊത്തം ഈ ഒരു പഴി, അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കുറ്റബോധമുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ബാഗേജ് ആണ്, ഒരു ബേർഡൻ ആണ്. ഈ ഒരു ബേർഡനും നിങ്ങൾ ജീവിതകാലം മൊത്തം കൊണ്ടു നടക്കേണ്ടി വരില്ല. അത് നിങ്ങളുടെ ഒരു ചിന്ത മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി എന്താ വേണ്ടത്, ഇതിൽ നിന്ന് എനിക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങുക. ഇത്രയും നാൾ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞത് പറ്റുമെന്ന് പറയാം. ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും, എപ്പോ, അത് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ നിൽക്കാതിരിക്കാൻ. നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ എല്ലാം നമ്മുടെ കൈപ്പിടിയിലായിരിക്കണം, എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്ന് വിശ്വസിക്കുന്നത് ആദ്യമേ മാറ്റണം. എന്നാലാണ് ആ സ്പിരിച്വാലിറ്റിയിലായിരിക്കുമ്പോഴത്തെ ഫുൾ ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോഴാണ് യൂണിവേഴ്സിന്റെ പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ അതാണ് വിശ്വസിക്കേണ്ടത് ഇവിടെ. ഇതിൽ നിന്ന് എനിക്ക് ഹീൽ ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് എനിക്ക് പുറത്തു കടക്കാൻ പറ്റും, ഇതൊരു അവസാനമല്ല. ഓക്കെ, ഇത് ഒരു അനുഭവം മാത്രമാണ്. ഇതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠമുണ്ട്, ഇതിനെ ഉൾക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിജയം നേടും. എൻ്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനത്തെ ഒരു സന്ദർഭം വരാതെ എനിക്ക് എന്താ പറയാ, എനിക്ക് അത്രയും കോഷ്യസ് ആയിട്ട്, അത്രയും ശ്രദ്ധയോടെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ എപ്പോഴാണ് നിങ്ങൾ പോസിറ്റീവ്ലി ഇങ്ങനെ എൻകറേജിങ് ആയിട്ടുള്ള, നിങ്ങളെ സ്വയം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് റിപ്പീറ്റഡ്ലി, നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റും. അതിന് പുറത്തു കടക്കേണ്ട വഴികളും നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരും. മനസ്സിലായോ? നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു തോന്നലുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഈശ്വരൻ നിങ്ങളുടെ കൂടെയുണ്ട്, യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് ആ ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. മനുഷ്യരായിട്ട് ചിലപ്പോൾ ആരും കൂടെ ഉണ്ടാവില്ല, മനുഷ്യന്റെ രൂപത്തിൽ ആരും കൂടെ ഉണ്ടാവില്ല, പക്ഷെ അതിനേക്കാളും എത്രയോ ശക്തമായ സാന്നിധ്യമാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെന്ന് മനസ്സിലാക്കുക. ആ ശക്തിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. ഈശ്വരനെ വിശ്വസിക്കുക, ഈശ്വരന്റെ സമയത്തിനെ വിശ്വസിക്കാം. ഇതും കടന്നു പോകും എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിലും നല്ലൊരു മാറ്റം ഉണ്ടാകും. അത് വെറും ഒരു പ്രതീക്ഷയല്ല, അതൊരു ഉറപ്പാണ്, മാറ്റം ഉണ്ടാകും. ആ ഉറപ്പ് ഞാൻ പറഞ്ഞുകൊണ്ടായില്ല, നിങ്ങളുടെ മനസ്സിൽ ആ ഉറപ്പ് ഉണ്ടാവണം. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വിശ്വാസം വരണം. എന്ത്, ഇപ്പോഴുള്ള ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ പറ്റും, ഇതിൽ നിന്ന് എനിക്ക് പൂർണ്ണമായി ഹീലാകാൻ സാധിക്കും, ഞാൻ മൂവ് ഓൺ ചെയ്യും, എൻ്റെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറക്കണം. ആ വിശ്വാസം ഉറയ്ക്കുമ്പോഴാണ് നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനായി സാധിക്കുക. ഇതിൽ നിന്ന് പുറത്തു കടക്കുന്നതിനും ഹീലാകുന്നതിനും വേണ്ടുന്ന അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതും ആ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതും ഇതൊക്കെ നിങ്ങളുടെ അനുഭവത്തിൽ വരണമെങ്കിൽ ആദ്യം അത് വിശ്വസിക്കണം. നിങ്ങളോട് അത് വിശ്വസിക്കാൻ പറയാണ്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളിപ്പോൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. ആ ചിന്തകളെല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കുന്നിടത്താണ് പ്രശ്നം. ഓക്കെ, കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു എനർജിയാണ്. Clarify the temperance. Thank you. Clarify the King of Swords. ഓക്കെ, അപ്പൊ നിങ്ങളോട് എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെയധികം ഒരു ക്ഷമയോടായിരിക്കാം ഈ ഒരു സമയത്ത്. എസ്പെഷ്യലി നിങ്ങളുടെ ഈ ഒരു പൗർണമിയുടെ ഒക്കെ സമയമുണ്ടല്ലോ, നിങ്ങൾ കൂടുതലും ക്ഷമയോടായിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ചില ആളുകൾ അല്ലെങ്കിൽ ചിലരുടെ പ്രവൃത്തി, ചിലരുടെ സംസാരം ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു പാസ്റ്റുമായി ബന്ധപ്പെട്ട് അറിയുന്നതായിരിക്കാം. അവർ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ അത്രമേൽ ട്രിഗർ ചെയ്യാം, നിങ്ങൾക്ക് വല്ലാതൊരു ദേഷ്യം വരാം, വല്ലാതെ നിങ്ങൾ ഫ്രസ്ട്രേറ്റ് ചെയ്യാം. അപ്പൊ എന്താ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ അതിന് റിയാക്ട് ചെയ്യാതിരിക്കാം. ഒന്നാമത്തെ കാര്യം, അങ്ങനെ സംസാരിക്കാൻ സാധ്യതയുള്ള, നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി അതിനെ മാനിച്ചുകൊണ്ട് സംസാരിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പെരുമാറാൻ സാധിക്കാത്ത ആളുകളെ നിങ്ങൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനത്തെ ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാമെങ്കിൽ ഇപ്പോഴേ അവരൊരു കയ്യകലത്തിൽ നിർത്തുക.
അവരെ അടുപ്പിക്കാതിരിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ സമാധാനത്തിന് പ്രാധാന്യം കൊടുക്കുക, ക്ഷമയോടെ ആയിരിക്കുക. ഈ ഒരു സമയം റഷ് ചെയ്യേണ്ടതല്ലേ. ഹീലിംഗ് എന്ന് പറഞ്ഞാല് ഓക്കെ, ഏപ്രിൽ 22 ആകുമ്പോഴേക്കും എൻ്റെ ഹീലിംഗ് കംപ്ലീറ്റ് ആവണം എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഹീലിംഗ് ഒരിക്കലും അങ്ങനെയല്ല വർക്ക് ചെയ്യുക. ഡെഡ് ലൈൻ വെച്ചുകൊണ്ട് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് വളരെ ക്ഷമയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് അത് എന്താ പറയാ, അതിന് അതിൻ്റെതായ സമയം നമ്മൾ അനുവദിക്കണം. ധൃതി വെച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഈ ഹീലിംഗ് ചെയ്യുമ്പോൾ എന്താ പറയാ, അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണ്ടേ പിന്നത്തെ കാര്യം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ മാറ്റം വരാൻ എന്ന് വിചാരിക്കരുത്. അങ്ങനത്തെ ഒരു ചിന്ത വേണ്ട. നമ്മൾ ഹീലാകും തോറും നമ്മുടെ ജീവിതത്തിൽ ആ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കുറെ പേർക്ക് ഈ ഒരു ഡെഡ് ലൈൻ വെക്കാൻ ഒരു ടെൻഡൻസി വരുന്നത്, അത് കഴിഞ്ഞാലാണ് മാറ്റം എന്ന് കേൾക്കുമ്പോൾ ഓക്കെ ഇത് വേഗം തീർത്തു കഴിഞ്ഞാൽ അപ്പൊ ഈ മാറ്റം പെട്ടെന്ന് വരുമല്ലോ. അങ്ങനെയല്ല ഇതിന്റെ ഒരു, ഇങ്ങനെയല്ല ഇത് വർക്ക് ചെയ്യുക. ഓക്കെ, നല്ലോണം ക്ഷമ വേണ്ട ഒരു കാര്യമാണ്. ഒരു മുറിവ് ഉണ്ടാകുമ്പോൾ അത് ഉണങ്ങാൻ നമ്മൾ സമയം കൊടുക്കണം. അപ്പൊ ഉണങ്ങുമ്പോഴാണ് പിന്നെ അവിടെ പ്രശ്നമില്ലാതെ ഇരിക്കുള്ളൂ. അല്ലാതെ അത് ധൃതി വെച്ച് എന്തെങ്കിലും താൽക്കാലികമായി ചെയ്ത് കഴിഞ്ഞാൽ ഉൾഭാഗത്ത് ഉണങ്ങിയില്ലെങ്കിൽ പിന്നെ അത് വലിയൊരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട് അല്ലേ. അത് പിന്നെ കുറേ കൂടെ സീരിയസ് ആവും. ചെറിയ രീതിയിൽ കഴിഞ്ഞു പോകേണ്ട കാര്യം പിന്നെ ഭയങ്കര വലിയ ചിലപ്പോ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ സർജറിയോ ഒക്കെ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തും. ഇതേപോലെ തന്നെയാണ് ഹീലിംഗ്. മനസ്സിന്റെ ഹീലിംഗിന് ഇതേ അവസ്ഥ തന്നെയാണ്. തൽക്കാലം അതിനൊന്ന് മൂടി വെച്ച് സപ്രസ് ചെയ്ത് പോവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ ഇത് പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് പോവും ജീവിതത്തിലെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അപ്പോൾ ചിലപ്പോൾ ലഭിച്ചിട്ടുള്ള പല നല്ല കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പറായി ഹീലാകാത്തത് കൊണ്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. അത് കൂടുതൽ പ്രശ്നങ്ങൾ, കൂടുതൽ എന്താ പറയാ, പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുക ചെയ്യാം. അപ്പൊ നിങ്ങളോട് പറയുന്നതാണ് വളരെ ക്ഷമയോടായിരിക്കാം. ഈ പറഞ്ഞ രീതിയിലുള്ള ആളുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ നിങ്ങൾ ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള, നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി പെരുമാറാൻ സാധിക്കാത്ത ആളുകൾ, അവരെ കൈയകലത്തിൽ നിർത്തുക. അവരുമായിട്ട് എന്ത് ചെയ്യാം, ഒരു സ്ട്രോങ് ബൗണ്ടറി കീപ്പ് ചെയ്യാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് എന്താണോ അതിനാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ആ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് എന്ന് അറിയണമെങ്കിൽ മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കണം. മനസ്സ് സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ആളുകളും സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. അപ്പൊ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് യൂണിവേഴ്സ് ഹെർമിറ്റ് മോഡിലാകാനാണ്. അതായത് ഐസൊലേറ്റഡ് ആകുക, ഒറ്റയ്ക്ക് ഇരിക്കുക, ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കുക. അത് കുറച്ച് ദുഷ്കരമായിട്ടൊക്കെ തോന്നാം, പക്ഷേ അതൊന്ന് കടന്നു കഴിഞ്ഞാൽ, കൂടുതലും സ്പിരിച്വൽ പ്രാക്ടീസസിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയുന്നു. ആ ഒരു ദുഷ്കരമായി തോന്നുന്നത് ശരിയാണ്, ആദ്യം ഉണ്ടാകും. കാരണം നമ്മൾ ഒരു സമൂഹ ജീവിയാണ്. നമുക്ക് മനുഷ്യരായിട്ട് ഇടപഴകുമ്പോഴാണ് നമുക്ക് ജീവിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു മുന്നോട്ട് പോകാനൊക്കെ നമുക്ക് കൂടുതൽ ഒരു എന്താ പറയണ്ടേ, ഇൻസ്പിറേഷൻ കിട്ടുക. പക്ഷെ ചില സമയങ്ങളുണ്ട്, അതെല്ലാ വ്യക്തിക്കും ഒരു പോയിന്റിൽ യൂണിവേഴ്സ് ആ ഒരു ഐസൊലേഷൻ സമയം കൊടുക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യുന്നവർക്ക് ലോങ് ടേമിൽ അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. ചിലരത് യൂസ് ചെയ്യില്ല. ആ ഒരു ഐസൊലേഷൻ സംഭവിക്കുമ്പോൾ ഒറ്റപ്പെട്ടുണ്ടാവും, ആരെങ്കിലും കൂട്ടുവിളിക്കാൻ, ആരെങ്കിലും കൂടെ നിർത്താൻ ശ്രമിക്കും. അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെയും മുൻപുണ്ടായിട്ടുള്ള സമാനമായ അതേ മനസ്സിനെ വേദനിപ്പിക്കുന്ന അവസ്ഥകളിലൂടെ ഇങ്ങനെ കടന്നു പോകും. ഒരു എന്താ പറയാ, ചക്രത്തിൽ എന്നോണം വീണ്ടും ഒരേ തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതെന്താന്ന് വെച്ചാൽ ആ ഒരു ഐസൊലേഷൻ ടൈം കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ ഹീലാകുന്നതിനും നമ്മളെ സ്വയം തിരിച്ചറിയുന്നതിനും നമുക്ക് എന്താണ് വേണ്ടത് എന്ന കൃത്യമായ ബോധ്യം ഉണ്ടാക്കുന്നതിനൊക്കെയാണ്. നമ്മുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് തിരിച്ചറിയിക്കുന്നതിനാണ്. ആ ഒരു ഐസൊലേഷന്റെ ടൈം കൃത്യമായി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷെ ആ ഒരു ഐസൊലേഷൻ ടൈം പലപ്പോഴും ആർക്കും പറ്റില്ല. നമ്മൾ റീഡിങ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് പേഴ്സണൽ ക്ലയൻസിന്റെ റീഡിങ്സിലും എത്രയോ പേര് പറയുന്നുണ്ട്, നമ്മളിങ്ങനെ കാണും ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്കായിരിക്കേണ്ട സമയമാണ് എന്ന് കാണുമ്പോൾ അതെങ്ങനെ പറ്റുക, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആരും ഇല്ലാണ്ട് എങ്ങനെയാ ശരിയാവുക, ഇങ്ങനെ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവരും എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അതൊരു മിഥ്യാധാരണയാണ്. നമ്മുടെ കൂടെ നമ്മളൊരു എന്തായാലും നമ്മുടെ ലൈഫിൽ ശ്രദ്ധിച്ചാൽ മതി, മിക്ക ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആവാറാണ് പതിവ്. അപ്പോൾ ഇത് അത്യാവശ്യമാണ്. നമ്മുടെ ലൈഫിൽ ആ ഒരു ഐസൊലേഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അത് കൃത്യമായി യൂസ് ചെയ്ത് നോക്കൂ, നമ്മുടെ ലൈഫ് തന്നെ നല്ല രീതിയിൽ മാറും. നമുക്കും നല്ലൊരു മാറ്റം ഉണ്ടാവും, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചേഞ്ച്. പക്ഷെ അതിന് നിങ്ങൾ അനുവദിക്കണ്ടേ. നിങ്ങളോട് അങ്ങനെ ആകാനാ പറയണത്. നിങ്ങളോട് ഹെർമിറ്റ് മോഡിലേക്ക് പോകാൻ പറയുന്നു. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലുമായിട്ടും നിങ്ങളിൽ ഫോക്കസ് ചെയ്യാനും
ഈ പറഞ്ഞ പോലെ ഹീലിംഗിൽ ഫോക്കസ് ചെയ്യാനും അതിലൂടെ നിങ്ങൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയുന്നതിനും നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ശരിക്കും സന്തോഷിപ്പിക്കുന്ന കാര്യം, എന്താണ് നിങ്ങൾക്ക് കൂടുതൽ സമാധാനം നൽകുന്ന കാര്യം, ജീവിതത്തിൽ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നത് എന്താണ്, ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കൃത്യമായ വ്യക്തമായ ഉത്തരങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ ഐസൊലേഷൻ കൂടിയേ തീരും. അതിന് നിങ്ങൾ അനുവദിക്കണം. നിങ്ങൾ സർവൈവ് ചെയ്യും, ഡെഫിനറ്റ്ലി. സർവൈവ് ചെയ്യില്ല എന്നുള്ളത് അതൊരു തെറ്റായ ധാരണ മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം നന്മകളും നേരുന്നു. താങ്ക് യു.